എന്താണ് അല്ല ഇവിടെ ബാറ്ററി ചാർജ് ചെയ്ത് കൊടുത്ത പൈസ ബാറ്ററി ഇതാണ് നമ്മുടെ ബാറ്ററി. പുതിയ ഫോർമാറ്റിലുള്ള ബാറ്ററിയാണ്. അതിങ്ങനെ ചിരിക്കാൻ ചാർജ് കയറിക്കൊണ്ടിരിക്കും. വീട്ടിലെ റേഡിയോ കിടന്ന 2 പഴയ ബാറ്ററിയാണ്. അല്ല, അതായത് നമ്മളിവിടെ നിങ്ങൾ സ്കിറ്റ് ചെയ്യില്ലേ, ആ സ്കിറ്റിന് നമ്മൾ ചിരിക്കും. ആ ചിരിക്കുന്ന അനുസരിച്ച് ചാർജ് അവിടെ കയറിക്കൊണ്ടിരിക്കും. ആ ചാർജ് ഇങ്ങനെ കയറി പോകുമ്പോഴാണ് നിങ്ങൾക്ക് പണം തരുന്നത്. അല്ലാണ്ട് ഇത് ചാർജ് ചെയ്തിട്ടല്ല. ഈ ബാറ്ററിയാണോ? ഈ ബാറ്ററി ഈ വായി നോക്കിയെടുത്ത് ഞാൻ 100 വട്ടം പറഞ്ഞാണ് വീട്ടിൽ ഇരിക്കുന്ന റേഡിയോയുടെ ബാറ്ററി ഉരല്ലേ. അമ്മച്ചി തവിക്കണക്ക് ചെറിയ കുത്തി തരും. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിൽ ചിരിക്കാനുള്ള ഐറ്റം അല്ലെങ്കിൽ ചിരിപ്പിക്കാനുള്ള ഐറ്റം ഉണ്ടെന്നുള്ള ഞങ്ങൾക്ക് അറിയാം. അതങ്ങ് ഇവിടെ വെച്ച് കാച്ച്. കൃഷ്ണ വിഗ്രഹം വേണം. സ്കിറ്റിലൊരു കൃഷ്ണ വിഗ്രഹം വേണം. അയ്യോ, അഖില് മതിയായിരുന്നോ? നേരത്തെ താടിയെ കൊണ്ടവന്. എടാ, ഏത് കോമഡി പരിപാടി നടക്കുന്ന ചാനലിലായ നാട്ടുകാർക്ക് മണ്ടേ കയറാ ഇതുപോലെ ഒരുത്തൻ കാണും. അവിടുത്തെ അവനാണ് ഇവിടുത്തെ ലവൻ, മനസ്സിലായോ? അയ്യോ, ചാർജ് ആക്കിക്കോ, പൊളിക്കാം. ഓക്കെ, താങ്ക് യു. ഇൻസുലേഷൻ ടേപ്പ് അടിച്ചു പോയടാ. ഈ പറയുന്നതിൽ കാര്യമുണ്ട്, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നോട് ഞാൻ കാര്യം പറയാം. എനിക്കിതല്ലാതെ വൃത്തിയായിട്ട് മറ്റൊരു മോൻ കൂടി ഉണ്ട്. ഇനിയും നിങ്ങൾ എന്തോന്നാ മഞ്ഞളുടെ പാട്ട വീണ? അല്ല, എന്തോന്ന് മഞ്ഞ ഇന്ന് ഞങ്ങളുടെ ഗുണ്ടകളുടെ ക്ലബ്ബ് കലിപ്പൻസ് ക്ലബിലേക്ക് വിഷു ആഘോഷത്തിന് ഞാൻ പ്രച്ഛന്ന വേഷത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഈ മഞ്ഞേ? ഏതാ വേഷം? കാറ്റത്താടി ഉലയുന്ന അതിന്റെ പേര് മാറ്റണമെന്ന്. ഒന്നേടെ മേലിൽ കയറി ഇരിക്കുന്ന പല്ലി, അങ്ങനെയൊക്കെ കറക്റ്റ് ആയിരിക്കും. വിളിക്കൂട്ടാ, നിനക്കെന്നെ അണ്ണാ അറിയില്ല. എന്തിനാന്ന് ഉറങ്ങുന്ന? ചന്തയിൽ വെച്ച് അടി കൂടിയ സമയത്ത് കാക്കല്ലാതെ ഒരു അടി ഇവിടെ കിട്ടിയടേ. ആ ഞരമ്പിന് കിട്ടിയതിന് ശേഷം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോ. ആശുപത്രി കൊണ്ട് കാണിച്ചാ? ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഗുളിക തന്നു. എന്നിട്ട് കഴിച്ചാ? വെള്ളം കുടിക്കും. ഗുളിക കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോ ഉറങ്ങും. എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രച്ഛന്ന വേഷം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറൊരു ഐറ്റം ഉണ്ടടാ. വേറെ ഐറ്റം ഉണ്ടാ? പിന്നെ ചെറുകഥാ മത്സരം. പൊളിക്കും. അതെ, നീ കേട്ടോ, എന്റെ ചെറുകഥാ മത്സരം വേണം. നീ കേട്ടോ, ഇത് വെച്ചോടെ. മാന്യ സദസ്സിന് ഈ കുഴിമാന്തി സാബുവിന്റെ നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എന്റെ കുട്ടിക്കാലത്തെ വിഷു ഓർമ്മകൾ. രാവിലെ 4 മണിയാകുമ്പോൾ ഒരു കാര്യമില്ല, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ചവിട്ടി ഉണർത്തി കണി കാണിക്കും. കണി കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് കുത്തിയിരുന്ന് അത്തപ്പൂക്കൾ ഒരുക്കി ഓണത്തപ്പനെ വരവേൽക്കും. രാവിലെ 10 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പതാക ഉയർത്തി ഞങ്ങൾ സ്വാതന്ത്ര്യ സമയം ആഘോഷിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് കൃത്യം ചിക്കൻ കറിയും കൂട്ടി വിഭവസമൃദ്ധമായ വെജിറ്റേറിയൻ ഓണസദ്യ. അതിനുശേഷം ആഘോഷങ്ങളുടെ ഘോഷയാത്രയാണ്. തുമ്പി തുള്ളൽ, പിന്നെ തിരുവാതിര കളി, മാർഗം കളി, ഒപ്പന. അതിനുശേഷം ഞങ്ങൾ വർണ്ണശബളമായ പൊടികൾ വാരി എറിഞ്ഞ് ഹോളി ആഘോഷിക്കുന്നു. അതിനുശേഷം വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും കുത്തിയിരുന്ന് ഒരു കുഞ്ഞു പുൽക്കൂടുണ്ടാക്കും. എന്തിനാണെന്ന് അറിയാമോ? മാമൻ വൈകുന്നേരം ക്രിസ്മസ് കേക്കുമായിട്ട് വരുമല്ലോ. ആ ക്രിസ്മസ് കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈനും കുടിച്ചിട്ട് പപ്പാനിയുടെ വേഷം കെട്ടി മാമനെ കത്തിക്കും. പക്ഷെ രാത്രി 11:59 വരെ ഉള്ള ആഘോഷം. അതെന്താ? 12 പിന്നെ പുതുവത്സരമായില്ലേ? അണ്ണാ, നിനക്ക് തലയ്ക്ക് മാത്രമല്ല വേറെ എവിടെയൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. അതുവഴി അമ്പിളിക്കുട്ടന് ഇതുപോലെ എന്തെങ്കിലും വിഷു ഓർമ്മകൾ? എന്റെ അപ്പൂപ്പൻ ഞങ്ങളെ കൊച്ചിലെ എങ്ങനെയായാലും ഞങ്ങളെ കണി കാണിക്കും. അങ്ങനെ ഒരു അപ്പൂപ്പ ഇങ്ങനെ നടന്നപ്പം ഒരു കൂറ്റ കൊന്നവരെ നിൽക്കുന്നു. വിടുവോ? ചാടി അങ്ങ് അതിന്റെ ഉച്ച തലയിൽ കയറി ശിഖരം ഇങ്ങനെ വലിച്ച് വച്ചിട്ട് കൊന്നപ്പൂ ഇങ്ങനെ പറിച്ചോണ്ടിരുന്നു. എന്നിട്ട് ശിഖരം അങ്ങ് വിട്ട കൂട്ടത്തെ അപ്പൂപ്പന്റെ മുണ്ടൂടങ്ങ് പോയി. താഴെ ഇറങ്ങാൻ പറ്റുമോ? പിറ്റേന്ന് ഫയർഫോഴ്സ് വന്നാണ് അപ്പൂപ്പനെ താഴെ ഇറക്കിയത്. അപ്പൊ നിങ്ങളെ കണിയാ? ഞങ്ങൾക്കല്ലായിരുന്നു കണി, ഫയർഫോഴ്സിനായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മയുണ്ടല്ലേ? അതാണ് അത് കാര്യമുണ്ടെന്നാ നമ്മളെ ഡയറക്ടർ സാറ് പറഞ്ഞേ. ഈ വിഷുവിന്റെ സ്കിറ്റ് ആയതുകൊണ്ട് ഈ കൊന്ന മാത്രം വാരി തൂക്കിയിട്ടാ പോരാ, അതിനകത്ത് വിഷുവിന്റെ ഫ്ലേവർ വേണമെന്ന്. അതിൽ ഇരിക്കുന്ന വാഴയ്ക്ക, അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലും വിചാരിക്കുന്ന വിഷുവിന്റെ സ്കിറ്റ് ആണെന്ന്. എന്റെ മൊബൈൽ എത്ര മിസ് കോൾ ഉണ്ടെന്ന് നോക്കണം. ആ മൊബൈൽ, അയ്യോ മൊബൈല് കാണുന്നില്ല. കാണുന്നില്ലേ? നോക്കണ്ട, ഇവിടെ വിളിച്ചു നോക്ക്. മൊബൈല് അങ്ങനെ വിളിക്കാനാണോ പറഞ്ഞത്? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മൊബൈലിൽ നിന്റെ നമ്പറിലോട്ട് ഡയൽ ചെയ്ത് വിളി. ഇതെന്തോന്നാ ഇത്? വിഷുവായിട്ട് മരപ്പട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇട്ടേക്കുന്നത്. 500 രൂപ കൊടുത്ത് ഇന്നലെ മിനിക്ക് എടുത്ത ഫോട്ടോ എന്റെ. നോക്കണ്ണ എന്ത് സുന്ദരിയായിട്ട് വന്നിരിക്കുന്നു.
അവരെ സെലിബ്രിറ്റി ഇനി എങ്ങനെ കിട്ടുമോ? അവരെയൊക്കെ ഫോട്ടോ എടുത്ത് വാൾപേപ്പർ ഇട്. അമ്മയ്യോ, ഞാൻ എടുത്തരാം. ചേച്ചി ഒരു ഫോട്ടോ ഒന്ന് ശരിക്കും ചേച്ചി, ഒന്നുകൂടെ ചേച്ചി, നല്ലൊരു ചിരി, ഒന്നുകൂടെ ചേച്ചി, നല്ല ക്ലാരിറ്റി. ഒറ്റ വട്ടം കൂടെ. ആ 1 2 3 4. സാറേ ജഡ്ജസ് 4 വട്ടം ചിരിച്ചിട്ടുണ്ട്. ബാറ്ററി കയറ്റിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ പറയണോ കാശിന് വേണ്ടി? പൈസ വേണ്ടേ? അങ്ങനെ ചെയ്യരുത്. എടാ കാശല്ലേ ഈ നിക്കണത്? ഇത് കാശാ, കൊന്നയില്ലേ? എടാ ഈ കൊന്നപ്പൂവിന്റെ ഒരു പിടിക്ക് 150 രൂപയാണ്. ആര് പിടിക്കും? എന്റെ അച്ഛൻ പിടിക്കും. ഈ കൊന്നപ്പൂവ് ഒരു പിടി നമ്മൾ ചാലിയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പിടിക്ക് 150 രൂപ. അങ്ങനെ എത്ര പിടി കൊണ്ട് കൊടുക്കുന്നുവോ കാശ് കൂടിക്കൊണ്ടിരിക്കും. അതാണ് സംഭവം. പെട്ടെന്നാവട്ടെ, ഒരു വീഡിയോ കളിക്കാം. ഇതിൽ ഉറുമുണ്ട് കേട്ടോ. നീ വരുമെന്ന് പറയാ ഉറുമിനെ ബോംബെയിലോട്ട് വിടാന്നല്ല പിക്നിക്കിന്. അവര് ചിരിച്ചില്ല, അപ്പൊ നീയെങ്കിലും കയറും. കണ്ട് കയറ, വലിഞ്ഞു പിടിച്ച് കയറ്. അണ്ണാ വീഡിയോ മരിച്ചോണ്ടിരിക്കാതെ വന്ന് സഹായിക്കണ. അവൻ സമ്മതിക്കില്ലല്ലോ. വലിക്കാം. ഉറുമ്പണ്ണ ഒരു കാര്യം ചെയ്, ഞാൻ പറിക്കാം. നീയേ എവിടെന്നെങ്കിലും പോയിട്ട് ഒരു കവർ ഇട്ടുണ്ടോ? മണക്കുന്നല്ലേ? മണക്കുന്നല്ല, കണിക്കൊന്ന. അതല്ലെന്ന്, പിന്നെ എന്തോ ഒരു മണം വരുന്നു. ശരി തന്നെ. ചിക്കൻ ഫ്രൈഡ്? ചിക്കൻ ഫ്രൈ അല്ല, ബീഫ് ഫ്രൈഡ്. അല്ലല്ല, മുട്ടക്കറിയുടെ ആണ് ഇത്. എല്ലാം കൂടെ കരിഞ്ഞു വാരിയാണ്. അണ്ണൻ പറിച്ചെടുക്ക്. ഞാൻ കവർ ഒപ്പിച്ചോണ്ട് വരാം. പെട്ടെന്ന് വാ. പെട്ടെന്ന് പറ, ലേറ്റ് ആവല്ലേ? ഇല്ല, ലേറ്റ് ആയാലാ എവിടെ നിന്ന് ഒറ്റയ്ക്ക് സ്റ്റാൻഡപ്പ് കോമഡി അടിക്കേണ്ടി വരും. ആരാന്ന് നിങ്ങൾ പറിക്കാൻ ഞാൻ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. ഒരു പെണ്ണുമ്പളാന്ന് തുറന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ നിന്ന് കൊന്നപ്പൂ മോട്ടിക്കാൻ ഒരു കവർ തരാൻ. മോട്ടിക്കുന്ന വീട്ടിൽ തന്നെയാണ് കവർ വായിച്ചത്. മരമണ്ട അമ്പളിക്കുട്ട ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയതാണോ? അങ്ങനെ അണ്ണാ ഉറങ്ങിയതല്ലടാ, അവര് തിരിച്ച് ബാറ്ററി കയറാൻ നോക്ക്. അവര് തിരിച്ചാ ഞാൻ ഉണരാം. ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കും. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ആട്ടുകാരെടുത്ത് മാറ്റി. ആരെങ്കിലും ഇതിനൊന്ന് റൂമിൽ എത്തിച്ചേക്കണേ, നാളെ കിട്ടുള്ളതാ. വരുന്നെങ്കിൽ വാണ. എടാ എന്റെ ഷെബിനെ, എത്ര നാളുകൊണ്ട് ഇവിടെ മ്യൂസിക് ഇടുന്നടാ. ഇനി സ്റ്റില്ലടിച്ച് നിന്നാലേ ക്ലൈമാക്സ് മ്യൂസിക് ഇടുള്ളൂ. ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. 1 മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കുന്നത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. പിള്ളേരൊക്കെ ചിരി കണ്ടോ? നിങ്ങളുടെ രണ്ടുപേരുടെ പെർഫോമൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേരെ പോലെ തന്നെയായിരുന്നു ഞങ്ങളും ചിരിച്ചത്. പക്ഷെ ഇവിടെ ചേട്ടൻ ഓരോ തവണയും കൂർക്കം വലിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു മുഖം മനസ്സിൽ വന്നുള്ളൂ, ഡയാന. ആദ്യം ഞങ്ങൾ അവളാണെന്ന് വിചാരിച്ചു. ആ സമയത്ത് അവള് പറയും. അതെ, നിങ്ങൾ എന്തിനാ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എന്ത് ടെൻഷൻ? ബാറ്ററി കാണാനുള്ള ഒരു ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് നോക്കാം. നമ്മുടെ പ്രശാന്ത് ചേട്ടനും കിരൺ ചേട്ടനും പെർഫോം ചെയ്തതിന് എത്രത്തോളം ബാറ്ററി ചാർജ് കേറി നോക്കാം. കണിക്കൊന്ന് 2 വട്ടം കൂടി ആട്ടിയിരുന്ന 37,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ? ആദ്യത്തെ എമൗണ്ട് ആണ്. ആദ്യ വിഷുവിന് വേണ്ടി അവർക്കാണ്. അതെ, അത് കൈനീട്ടം തന്നിട്ട് പോണതാണ് നല്ലത്. എടാ പരമദ്രോഹി. ആരാ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ചേച്ചി എന്റെ നമ്പറിൽ ചേച്ചി വേണ്ടേ? ചേച്ചി പ്രശാന്തണ്ണന്റെ വീട് നെടുമങ്ങാട്. എന്റെ വീടിനടുത്ത് ഞാൻ പോണ കൊടുത്തേക്ക്. കൊടുത്താൽ മതി. ഒരു കുഴപ്പമില്ല. എനിക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ വെച്ചിട്ട് ഞാൻ 37,000 എനിക്ക് എന്റെ അക്കൗണ്ടിലാണ്. ചേച്ചി എന്താന്ന് ചേച്ചി, അത് ഞാനും കൂടെ പെർഫോം ചെയ്തില്ലേ? അല്ല, നിങ്ങളുടെ
രണ്ടുപേർക്കും നിങ്ങൾ ഒരു ടീം അല്ലേ ആ അത് അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് 50-50 ആവൂലോ. എന്തൊരു വിശ്വാസമില്ല നിനക്ക്. നോക്കട്ടെ. 37,000 ഇല്ല. ആ അത് കഴിഞ്ഞ മാസം കാറിന്റെ CC അടച്ചില്ല, അവര് പിടിച്ചോണ്ട് പോയി ബാങ്കുകാര്. ഞാൻ വേണം. ആ തണേ അടുത്തടാ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. Happy Vishu.